നിങ്ങൾക്ക് എല്ലാവർക്കും മാഫിയ ശശിയണ്ണനെ അറിയാമെന്ന് വിചാരിക്കുന്നു. ശശി സാർ. ശശി അല്ലേ? മാഫിയ ശശി. അദ്ദേഹം ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ്. പക്ഷെ എണ്ണപ്പെട്ട ചില സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഗുണ്ടയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ എണ്ണപ്പെട്ട ചില സിനിമകളിൽ അതേ അസ്വാഭാവികമായ ചില ക്യാരക്ടറുകൾ, ചില വേഷങ്ങൾ, ചില പെടുമരണങ്ങൾ എന്നിവയിൽ പെട്ടുപോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അവലോകന വീഡിയോയാണിത്. പല സിനിമകളിലും രാഷ്ട്രീയക്കാർക്കും മുതലാളിമാർക്കും വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്ന ക്യാരക്ടറായിരിക്കും മാഫിയ ശശിയണ്ണൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ മുതലാളിമാരെല്ലാം ശശിയണ്ണനെ കൈവിടും. പണ്ട് ശശിയണ്ണ ഒരു മിനിസ്റ്ററുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കാലത്ത് മിനിസ്റ്റർ ബാക്കിലിരുന്ന് പറയും, വണ്ടി വേഗം വിട്ടോളാൻ. ശശിയണ്ണ ഒന്നും നോക്കിയില്ല. പോകുന്ന വഴിക്ക് രണ്ട് പിള്ളേരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഒറ്റ പോക്ക. ഇത് കണ്ടു നിന്ന മനോജ് അണ്ണൻ ശശിയണ്ണന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് പിടിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ശശിയണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പറഞ്ഞു, മന്ത്രിക്ക് ശിലാസ്ഥാപനത്തിന് എത്തണം, വണ്ടി എടുക്കണം. ആ കൊച്ചിന്റെ കുഴിമാടത്തിൽ ഒരു കുരിശ് സ്ഥാപിക്ക്, എന്നിട്ടാവാ ശിലാസ്ഥാപനം. വണ്ടി തിരിക്കണോ? എടുക്കില്ലല്ലേ? ഇത് കേട്ട മനോജ് അണ്ണൻ നമ്മുടെ ശശിയണ്ണനെ എടുത്ത് കാറിന്റെ ബോണറ്റിലിട്ട് ഇടിച്ച് പരത്തും. ഇത് കണ്ട് മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി പറയും, ഗുഡ്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഈ നാടിന്റെ കരുത്ത്. അതുകൊണ്ട് ഇങ്ങനെ നിന്ന നിപ്പിലും മന്ത്രിമാരും മുതലാളിമാരും കാല് മാറുമ്പോൾ ശശിയണ്ണനെ കൊണ്ട തൊഴിക്കും ചവിട്ടിനും ആര് മറുപടി പറയും? എടോ, രണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ തൊഴിലാണ്. അഭിനയം പോലെ ഇതൊരു കലയാണ്. താനത് മനസ്സിലാക്കണം. ഓക്കെ ശശിയണ്ണ, ഞങ്ങൾ അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ പലപ്പോഴായി മരണപ്പെടുന്നുണ്ട് ശശിയണ്ണൻ. ഒരു ഗുണ്ടയായിരിക്കും, നിങ്ങൾക്ക് മരണപ്പെടണമായിരിക്കാം. വെടിമരുന്നിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത സീനുകളിൽ വരെ നിങ്ങൾ പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ മരണങ്ങളെല്ലാം പൊട്ടിത്തെറികളായി മാറുന്നു? ബോംബ് എക്സ്പ്ലോഷൻ. നമുക്ക് വിശകലനം ചെയ്യാം. ഒരു ദിവസം ബാബുരാജ് പറയും, കൊൽക്കത്തയിൽ നിന്ന് ശശിയണ്ണനും ടീമും ഇവിടെ ബോംബ് വയ്ക്കാൻ വരുന്നുണ്ടെന്ന്. കൽക്കത്തയിൽ നിന്നും പറഞ്ഞു. ബാബുരാജ് പറയുന്നത് മാഫിയ ശശിയും ടീമും കൊൽക്കത്തയിൽ നിന്ന് പറന്നെത്തുമെന്നാണ്. പറന്നെത്തണമെങ്കിൽ പ്ലെയിനിൽ വരണം. അപ്പോൾ നമ്മൾ വിചാരിക്കും മാഫിയ ശശിയും ടീമും പ്ലെയിനായിരിക്കും വരുന്നതെന്ന്. പക്ഷെ തൊട്ടടുത്ത സീനിൽ ട്രെയിനിൽ വരുന്നതായി കാണിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ശശിയണ്ണനും ടീമും ട്രെയിനിലാണ് വന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ ശശിയണ്ണനും ടീമും അങ്ങനെ ശശിയണ്ണൻ നടന്നലച്ച് വന്ന് ഒരുത്തന്റെ മുന്നിൽ നിന്ന് ശുഭദിനത്തിന്റെ ഹിന്ദി ഡയലോഗ് പറയും. जान देने वाला और जान लेने वाला ऊपर वाला होता है, लेकिन सपने को लेकर के बैठे रहना और सपनों के लिए सोते रहना ये तो सही नहीं है. पीठ से मारने वालों को मैं कभी माफ नहीं करता. अपने सपनों को पाने का संकल्प बहुत महत्वपूर्ण है. शुभ दिनम. അങ്ങനെ കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന ബോംബുമായിട്ട് മാഫിയ ശശി സംഭവ സ്ഥലത്തേക്ക് പോവും. പക്ഷേ ബോംബ് വയ്ക്കാൻ ചെന്ന മാഫിയ ശശി പോകുന്ന വഴിക്ക് വേറെ കുറേ ആൾക്കാരെ കണ്ട് അവരുമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും. ഈ സമയത്ത് ദേവ്ജി പ്രേതത്തെ കൊല്ലാനായിട്ട് പറത്തിവിട്ട പരുന്ത് മറ്റു പരുന്തുകളുമായിട്ട് ചേർന്ന് വേറെ എങ്ങോട്ടോ ട്രിപ്പിന് പോയ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവർ അതൊന്ന് പോയി കാണുക. അങ്ങനെ വേറെ കുറെ അപരിചിതരുമായിട്ട് മാഫിയ ശശി ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ ഒരുത്തൻ ഒരു ബൈക്കിൽ ഒരു ചേച്ചിയെ അവിടെ കൊണ്ട് ഇറക്കും. ആ ചേച്ചി പോയി മാഫിയ ശശിയെ തട്ടും. യുവമാർ കൊൽക്കത്തയിൽ നിന്ന് ബോംബും കൊണ്ടാണ് വന്നത്. ബോംബ് ഇവന്മാരുടെ വണ്ടിയിലുണ്ട്. ബോംബിന്റെ റിമോട്ട് ഇവന്മാരുടെ പോക്കറ്റിലാണ്. അതിനിടയിലാണ് ഇവന്മാർ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ച് വെള്ളം അടിച്ച് കിണ്ടിയാവുന്നത്. അവസാനം ഇവന്മാരുടെ പോക്കറ്റിൽ നിന്ന് ആ റിമോട്ട് തെറിച്ചു പോകും. യുവമാരതൊന്നും അറിയാതെ നേരെ പോയി കാറിനകത്ത് കയറിയിരിക്കും. യുവമാരുടെ കൂടെ ഡാൻസ് കളിച്ചവന്മാർ ബൈക്കിൽ തിരിച്ചു പോകാൻ നേരത്ത് ആ ബൈക്ക് ആ റിമോട്ടിന്റെ മേലെ കൂടെ കയറി ഈ കാറിലിരിക്കുന്ന ബോംബ് പൊട്ടി മാഫിയ ശശിയും ടീമും മരിക്കും. बॉम्ब एक्सप्लोशन. ഇതാണ് ഞാൻ പറഞ്ഞത്. മാഫിയ ശശിക്ക് പൊട്ടി മരിക്കാനാണ് ഇഷ്ടം. എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് മരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. बॉम्ब एक्सप्लोशन.
പണ്ട് മാഫിയ ശശി ഒരു കൊള്ള സംഘത്തിന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശാൻ അദ്ദേഹത്തിനോട് ഒരു ബോംബ് കൊടുത്തിട്ട് പറയും, ഈ ബോംബിൻ്റെ സൊന കടിച്ചൂരിയതിന് ശേഷം 10 വരെ എണ്ണണം, 10ാമത് എണ്ണുമ്പോൾ തന്നെ എറിഞ്ഞ് പൊട്ടിക്കണമെന്ന്. ഇത് കേട്ട മാഫിയ ശശി 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. 1 2 3 4 5 6 മുതൽ 10 വരെ എണ്ണാൻ വേണ്ടിയിട്ട് അണ്ണൻ ബോംബ് എടുത്ത് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് മറ്റേ കൈവച്ച് എണ്ണും. 6 7 8 9 10. കണ്ടില്ലേ ഗായ്സ്, പൊട്ടിത്തെറിച്ച് മരിക്കുക എന്നത് അണ്ണൻ്റെ ഹോബിയാണ്. बॉम्ब एक्सप्लोजन ഒരു ദിവസം ശങ്കർജിയും മാഫിയ ശശിയും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടും. മാഫിയ ശശിയെ അണ്ടർടേക്കർ ഷോട്ട് അടിച്ച് എടുത്ത് പൊക്കി മരത്തിൽ ചേർത്ത് നിർത്തും. പക്ഷെ മാഫിയ ശശിയോട് കളിച്ചാൽ മാഫിയ ശശി വെറുതെ വിടില്ല. മാഫിയ ശശി തിരിച്ച് ശങ്കർജിയുടെ കഴുത്തിന് പിടിച്ച് വലിക്കും. എന്റെ കൈ നീളും ഡബറാ കണ്ടാ. ഇനിയാണ് യഥാർത്ഥ വിഷയത്തിലേക്ക് വരുന്നത് ഗായ്സ്. ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാഫിയ ശശി അവസാനം ഒരു കാര്യവുമില്ലാതെ പൊട്ടിത്തെറിക്കും. അവിടെ വെടിമരുന്നിൻ്റെ ഒരു അംശം പോലും കണ്ടെത്തിയിട്ടില്ല, വെറുതെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അതാണ് ഗൈസ് പറഞ്ഞത്, മാഫിയ ശശിക്ക് പൊട്ടിത്തെറിച്ച് മരിക്കുന്നതാണ് ഇഷ്ടം. കഴിഞ്ഞ 22 കൊല്ലത്ത് മലയാള സിനിമയിലെ മൊത്തം പൊട്ടിത്തെറികൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 60% പൊട്ടിത്തെറികളിൽ മരണപ്പെട്ടിരിക്കുന്നത് ശശി അണ്ണനാണ്. बॉम्ब एक्सप्लोजन പൊട്ടിത്തെറി കഴിഞ്ഞാൽ പിന്നെ ശശി അണ്ണന്റെ ഹോബി ആയിട്ടുള്ളത് ആൾമാറാട്ടമാണ്. ഒരു ദിവസം രാത്രി ശങ്കർജി ഒരു പെണ്ണിനെ ഫോളോ ചെയ്യും. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ആ പെണ്ണ് തിരിഞ്ഞു നോക്കും. അപ്പൊ ശങ്കർജി പേടിക്കും. നോക്കി നിൽക്കെ ആ പെണ്ണ് മാഫിയ ശശിയായി മാറും. ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ. അങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രേതത്തിന് വരെ ഡ്യൂപ്പിടുന്നവനാണ് ശശി അണ്ണൻ. ഒരു ദിവസം ഏതോ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഏതോ ഒരു വ്യക്തി കയറി വരും. അയാൾ മാസ്ക് വെച്ചിട്ടുണ്ട്. ഇയാളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അയാൾ. അവസാനം ഒരു സംഘട്ടനമുണ്ടാവും ഇവർ തമ്മിൽ. അവസാനം രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ മുഖം മൂടി വെച്ച കഥാപാത്രത്തിൻ്റെ മുഖം മൂടി വലിച്ച് കീറിയപ്പോൾ വെള്ളാട്ട പോക്കറല്ല ഗായ്സ്, നമ്മുടെ ശശി അണ്ണൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ശശി അണ്ണന് എന്തുമാത്രം ആൾമാറാട്ടത്തിൽ താല്പര്യമുണ്ടെന്ന്. നമ്മൾ കണ്ട പല മുഖംമൂടികൾക്കുള്ളിലും ശശി അണ്ണനായിരുന്നു. ഒരു ദിവസം ബൈജു അണ്ണനെയും കാമുകയെയും ഒരു പട്ടി ഓടിക്കും. അവർ ഈ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏതൊക്കെയോ കാട്ടിലൂടെ കിടന്ന് ഓടും. പട്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ല, പുറകെ കിടന്ന് ഓടുകയാണ്. കുറെ നേരം കഴിയുമ്പോൾ ഗായ്സ് ഈ പട്ടിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അതും ഒരു മാഫിയ ശശിയായി മാറും. അങ്ങനെ ആൾമാറാട്ടം നടത്തൽ, മാസ്ക് വെച്ച് ആക്രമിക്കൽ, പ്രേതത്തിന് ഡ്യൂപ്പിടൽ, പട്ടിക്ക് വരെ ഡ്യൂപ്പിടൽ, ഇതൊക്കെയായിരുന്നു മാഫിയ ശശിയുടെ ജീവിത രീതികൾ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതും തഴയപ്പെട്ടതുമായിട്ടുള്ള ഒരു പിടി ഗുണ്ടകളുടെ കഥ വിവരിക്കുന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.